എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 8-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ വിഷു ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 1001 രൂപ വില വരുന്ന കിറ്റ് 1250 രൂപയുടെ സാധനങ്ങളുണ്ട്. ഇത് കൂടാതെ 17 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു പ്രത്യേക സബ്സിഡി ഇതര സാധനങ്ങളും വൻ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. ഉത്തരവോ ഓർഡറുകളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത ആഴ്ച മുതലേ വിതരണം ഉണ്ടാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ നൽകാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇനിയും 13 ലക്ഷത്തോളം ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുണ്ട്. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ആരൊക്കെ ഉണ്ട്? അവരെല്ലാം അപേക്ഷ നൽകണം. സംസ്ഥാനത്തെ BPL വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും 35 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയിൽ ചേരാം. മറ്റ് ആനുകൂല്യങ്ങൾ സ്വന്തമായിട്ട് ലഭിക്കരുത് എന്നുള്ളത് മാത്രം. വേറെ ആർക്കെങ്കിലും ക്ഷേമ പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരുന്നതിന് തടസ്സമാകില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അർഹതയുള്ള എല്ലാ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. 19-20 ലക്ഷത്തോളം ആളുകളാണ് ഇതിനകം അപേക്ഷ നൽകിയത്. ഇതിൽ ഇപ്പോൾ അവസാനമായിട്ട് 80,000-ത്തിലധികം ആളുകൾ ഇത് റിജക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വീണ്ടും അപേക്ഷ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. പേരിലെ പൊരുത്തക്കേട് കൊണ്ടാണ് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത്. 2-3 രേഖകൾ നൽകുമ്പോൾ അതിൽ പേരിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പൊരുത്തക്കേടുകൾ വരും. മറ്റൊന്ന്, റേഷൻ കാർഡിൽ സ്ത്രീക്ക് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു പ്രയാസം വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ റേഷൻ കാർഡിൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ നിങ്ങളുടെ പേരിനൊപ്പം സ്ത്രീ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അല്ല എങ്കിൽ അത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി തിരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തിരുത്താൻ വേണ്ടി സപ്ലൈ ഓഫീസിൽ പോയാൽ മതി. ഇനി അതല്ല മറ്റ് രേഖകളുടെ പേരിൽ വ്യത്യാസങ്ങളാണ് എങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ച് കിട്ടിയതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എന്തായാലും ഇലക്ഷന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുക. എല്ലാ ഉദ്യോഗസ്ഥരും ഇലക്ഷൻ തിരക്കിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ക്ഷേമ പെൻഷന്റെ കാര്യമാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ബുധനാഴ്ചയോട് കൂടിയിട്ട് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പൂർണ്ണമായിട്ടും നൽകും എന്ന് പറഞ്ഞ് ആ വാക്ക് പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 3 മുന്നണികളും പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് 3000-ലേക്ക് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് എത്തിക്കുമെന്ന്. കഴിഞ്ഞ തവണ നമ്മുടെ സംസ്ഥാന സർക്കാർ 900 രൂപ വർദ്ധിപ്പിച്ച് 2500-ലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 400 രൂപ മാത്രമാണ് കൂട്ടിയത്. ഇപ്പോൾ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. 2026 SAR ലിസ്റ്റ് പ്രകാരമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ ഏപ്രിൽ 9-ാം തീയതി വ്യാഴാഴ്ച നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളത് SIR പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ട് അതിൽ പൂർത്തീകരണത്തിൻ്റെ കൂടി കാര്യമാണ്. അതായത് വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും പാർട്ടിയെ വിജയിപ്പിക്കാനോ ഏതെങ്കിലും ജനപ്രതിനിധിയെ MLA ആക്കാനോ അല്ലെങ്കിൽ മന്ത്രിയാക്കാനോ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് അതുകൊണ്ട് നമുക്കെന്താണ് ഗുണം എന്ന് പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും സംസാരിക്കാറുമുണ്ട്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. SIR എന്ന് പറയുന്നത് ഒരു പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നത് പോലെ സങ്കീർണതയോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയത്. പല ആളുകളും SIR പട്ടികയിൽ നിന്നും അന്തിമ പട്ടികയിൽ നിന്നും പുറത്തായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഉൾപ്പെട്ടത് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. അത് എല്ലാവരും ഗൗരവത്തിലെടുക്കണം. SIR പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരും വോട്ട് ചെയ്യാതെ പോകരുത്. കുട്ടികൾ ആരെങ്കിലും ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കാതെ വോട്ട് ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യാൻ നിർബന്ധിപ്പിക്കണം. ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പോലും നോട്ട എന്നൊരു ബട്ടൺ ഉണ്ട്.
അത് ഉപയോഗിച്ചാൽ പോലും വോട്ട് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പ്രധാനമായിട്ട് ഗൗരവമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണമായിട്ടും മൊബൈൽ ഫോൺ നിരോധന മേഖലയാണ് പോളിംഗ് സ്റ്റേഷൻ. ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് മുൻഗണനയുണ്ടാകും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ലൈനുകൾ ഉണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വോട്ട് പഞ്ചായത്ത് തലങ്ങളിൽ 3 വോട്ട് ചെയ്ത ആളുകളുണ്ടാവും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയാണുള്ളത്, ഒറ്റ വോട്ടാണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് ചെയ്യാം. ആർക്കും വേണ്ടെങ്കിൽ താഴെയുള്ള നോട്ടയിലും അമർത്താം. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് 7 രേഖകൾ കൊണ്ടുപോകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടർ ID കാർഡ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതില്ല എങ്കിൽ ആധാർ കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, തൊഴിലുറപ്പ് ജോബ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള നമുക്ക് BLOമാർ അല്ലെങ്കിൽ BLAമാർ നമ്മുടെ വീടുകളിൽ സ്ലിപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാകും. അതിൽ നമ്മുടെ ബൂത്ത് നമ്പറും ക്രമ നമ്പറും ഉണ്ടാകും. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്കത് ഒരു ആപ്പ് മുഖേന കണ്ടെത്താൻ കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ECI നെറ്റ് എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ സെർച്ച് യുവർ നെയിം ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വോട്ടർ ID നമ്പർ നൽകുകയാണ് എങ്കിൽ നിങ്ങളുടെ ബൂത്ത് നമ്പറും ബൂത്ത് നമ്പറിലെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പറും കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇത് പ്രകാരം നമുക്ക് അതൊരു സ്ലിപ്പിൽ എഴുതിക്കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാവുന്നതാണ്. ഒരു കടലാസിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാൻ പോകാവുന്നതാണ്. ചെയ്യുന്ന സമയത്ത് 4 ഓഫീസർമാരാണ് ഉണ്ടാകുക. ആദ്യ ആൾ നമ്മുടെ രേഖകൾ പരിശോധിച്ച് ഒക്കെ നമ്പറും പേരും പറയുന്നതാണ്. അത് അവർ ടിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ആളുടെ അടുത്ത് ചെന്ന് രജിസ്റ്ററിൽ നമ്മൾ ഒപ്പ് വെക്കുകയും മൂന്നാമത്തെ ആൾ ഇടത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും ചെയ്യും. ഇതിന് ശേഷം നാലാമതുള്ള ഓഫീസർ മെഷീൻ ഓണാക്കുന്നതിന് ശേഷം നമ്മൾ പോയി വോട്ട് ചെയ്യുമ്പോൾ നീണ്ട ബീപ്പ് ശബ്ദം കേട്ടതിന് ശേഷം ബാലറ്റ് യൂണിറ്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് തിരിച്ചു പോരാവുന്നതാണ്. VVPAT ഉണ്ട് എങ്കിൽ അതിൽ നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിക്ക് വോട്ട്, ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അത് ഒരു സ്ലിപ്പ് ചാടുന്നത് കാണാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ നിർണായകമാണ്. 2026 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളും ഈ വോട്ട് ചെയ്യണം. നമ്മുടെ പൗരത്വത്തിന്റെ വിഷയമാണ് എന്നത് മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ.